നമ്മുടെ കിഴിപ്പൊറോട്ട ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അവർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ ഷെഫ് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ റിസോർട്ടിൻ്റെ ആയുർവേദ കോട്ടേജുകളുള്ള സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വരുന്ന ആൾക്കാർക്കുള്ള കുറേ കോട്ടേജസുകളുണ്ട്. ഇതാണ് നമ്മുടെ ആയുർവേദ കോട്ടേജുകൾ. ഓരോ സൈഡിലും ഈ സൈഡിലും ഒക്കെ ആയിട്ട് കോട്ടേജുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ 3 പൂളുകളാണ് ഇവിടെ എസ്റ്റുറി റിസോർട്ടിനുള്ളത്. അത് ഒന്നെന്ന് പറയുമ്പം ആയുർവേദ കോട്ടേജിലുള്ളതാണ്. പിന്നെ വരുന്നത് സാധാരണ കോമൺ പൂളാണ്. പിന്നെ നമ്മളെ പൂൾ വില്ലയിലുള്ള പൂളാണുള്ളത്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഓർഗാനിക് ഫാമാണ് എൻ്റെ ബാക്കിലുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വെജിറ്റബിൾസ് വെച്ചിട്ടാണ് അവർ മാക്സിമം നമുക്ക് കറികളിലൊക്കെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ പറഞ്ഞിരിക്കുന്നത് കോളിഫ്ലവർ ഉണ്ട്, ക്യാബേജ്, പിന്നെന്താ ടൊമാറ്റോ, വെണ്ടയ്ക്ക, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് ഇന്നലെ അവർ പറഞ്ഞത്. കണ്ടില്ലേ, ഇത് മുളകാണ് കേട്ടോ, മുളക്. പിന്നെ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കറക്റ്റ് എനിക്കറിയത്തില്ല, കാരണം ഈ ചെടികൾ കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂല. നല്ലൊരു എഫേർട്ടാണ് അവരെടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സീസണിലെ പച്ചക്കറി കൃഷി അവർ 1 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. കഴിഞ്ഞ സീസണിലെ പച്ചക്കറികൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചു എന്ന് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഇത് ഇവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ കുറച്ച് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലും പച്ചക്കറികൾ നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ചെറിയൊരു മഴ പെയ്തു തുടങ്ങി. എന്ത് രസമല്ലേ പച്ചക്കറി ചെടികളൊക്കെ നനഞ്ഞിരിക്കുന്നത് കാണാനായിട്ട്. മനോഹരമായിട്ടാണെന്നറിയോ ഈ ഒരു ഈവനിങ് ഉള്ളത്. കടലും കായലും കാറ്റും ഒക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാണ് ഞങ്ങളിവിടെ. ഈവനിങ് ടൈം ആകുമ്പോൾ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. എസ്റ്റുറി റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇവർ സ്പെഷ്യലായിട്ട് ഇവരുടേതായിട്ടുള്ള കുറച്ച് ഫുഡ്സ് അവർ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഇന്ന് അവർ നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് കിഴിപ്പൊറോട്ടയാണ്. അത് ഓൾറെഡി കഴിച്ചിട്ടുണ്ട് കിഴിപ്പൊറോട്ട. പക്ഷേ ഇവിടുത്തെ കിഴിപ്പൊറോട്ട എങ്ങനെയുണ്ട് നമുക്ക് നോക്കണ്ടേ. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു ബിഹേവിങ് എന്ന് പറയുന്നത് അമേസിങ് ആണ്. ഭയങ്കര കോപ്പറേഷനാണ് കേട്ടോ അവർ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ലൊക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന റിസോർട്ട് അത് നമ്മൾ ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. നമുക്കിഷ്ടപ്പെടുന്ന സാധനങ്ങളല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. ഞങ്ങൾ പോണ സ്ഥലങ്ങൾ, ഞങ്ങൾ പോകുന്ന റിസോർട്ടുകൾ, അവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കമൻറ്റ്സ് ഉണ്ടോയെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതിനെല്ലാം ഞങ്ങൾ റിപ്ലൈ ചെയ്യാം. നമ്മുടെ കിഴിപ്പൊറോട്ട ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അവർ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ ഷെഫ് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. ഇത് സാലഡാണല്ലേ? എന്താ പേരെന്താ? ബിബിൻ. ഓക്കെ, ഷെഫിൻ്റെ പേരോ? വിനോദ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കിഴിപ്പൊറോട്ടൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം. തനി നാടൻ സ്റ്റൈലാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പച്ചമുളക് ബേസ് ചെയ്തിട്ടുള്ള ഗ്രേവിയാണ്. നമ്മൾ വേറെ മസാലകളൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടില്ല. ഈ പച്ചമുളക്, കറിവേപ്പില അതെല്ലാം കൂടി മിക്സിയിൽ അരച്ചിട്ട് ചെയ്തതാണ്. പിന്നെ നമ്മൾ ഈ ഇല വാട്ടിയിട്ട് അതിനകത്തോട്ട് പൊറോട്ട വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഈ ഗ്രേവി വെച്ച് തവയിൽ വെച്ചൊന്ന്. അപ്പം തവയിലൊക്കെ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തതാണ്. പിന്നെ കുറേ ഇൻഗ്രീഡിയൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഒരു ഐറ്റം കൂടെ ഉണ്ടോ? അതെന്താണ്? മട്ടൻ തേങ്ങാ പെരട്ട്. അപ്പം 2 ഐറ്റം ഉണ്ട് കേട്ടോ. അപ്പം മട്ടൻ തേങ്ങാ പെരട്ട്, അപ്പം അതും കൂടെ നമ്മൾ ട്രൈ ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. ഈ വിപിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നപ്പോൾ മുതലേ ഭയങ്കര സർവീസായിരുന്നു. നല്ല ബിഹേവിങ് ആണ്, ഇവിടുത്തെ എല്ലാ സ്റ്റാഫും നല്ല ബിഹേവിങ് ആണ്. ഇപ്പോൾ ഷെഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഓൾറെഡി 2 ദിവസമായി സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ ലഞ്ച് ആണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു. ഷെഫ് നമ്മുടെ അടുത്ത് വേറൊരു ഐറ്റത്തിൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിൽ ചേർത്തിരിക്കുന്നത്? നല്ല നാടൻ തേങ്ങകൾ ഉപയോഗിച്ചു. അത് രാവിലെ ഷെഫ് പറഞ്ഞിരുന്നല്ലോ, ഇവിടുത്തെ തന്നെ തേങ്ങകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞ പോലെ ഓരോ കറികളിലും ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിഴിപ്പൊറോട്ട വന്നുകൊണ്ടിരിക്കണല്ലോ ടേസ്റ്റ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു. അടുത്ത ഐറ്റം മട്ടൻ തേങ്ങാ പെരട്ടല്ലേ, അതും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ എന്തായാലും ടേസ്റ്റ് ഉണ്ടാകും. കാരണം ഉച്ചയ്ക്കുള്ള നമ്മുടെ ലഞ്ചിന് ഫിഷ് കറി തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാകും. കാരണം നല്ല മണമുണ്ട് കേട്ടോ, സൂപ്പർ മണമാണ്. നമ്മളെ ചെറിയുള്ളീൻ്റെയും തേങ്ങാക്കൊത്തിൻ്റെയും ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇത് വരുന്നത് സാലഡാണ്. അപ്പോൾ ഇത് ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മളെ കിഴിപ്പൊറോട്ട, ഇതാണ് കിഴിപ്പൊറോട്ട. പിന്നെ ഇത് നമുക്കിപ്പോൾ തുറക്കാം. പിന്നെ നമ്മുടെ മട്ടൻ തേങ്ങാ പെരട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനത് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ തുറക്കുകയാണ് കേട്ടോ. ചിക്കനും കൂടെ കുറച്ച് വെക്കട്ടെ. ഇച്ചു പറയും എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. ഇച്ചുവിന് ഫേവറേറ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇന്നത്തെ ഡിന്നർ വളരെ നന്നായിട്ട് ആസ്വദിച്ച് ഞങ്ങൾ കഴിച്ചു. ഇനി റൂമിലേക്ക്. ഇന്ന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. എനിക്ക് എസ്എസ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു എന്തോന്നാ പറയുക, എന്തോന്നാ അതിന് മലയാളത്തിൽ പറയാ? എനിക്ക് എസ്എസിന് ഗസ് ചെയ്യാന്ന് വെച്ചാൽ ഊഹിക്കുക. ആർക്കെങ്കിലും ഊഹിക്കുക ഉണ്ടാ? ഉണ്ടല്ലോ, ഊഹിക്കാൻ പറ്റുമോ? അതിലൊരു ക്ലൂ പറഞ്ഞുതരാം ഞാൻ. എന്തോന്നാന്ന് പറയട്ടാ. സീക്രട്ട് ഐലൻഡ് പറഞ്ഞുതരും. പിന്നെ എൻ്റെ പേര് പറഞ്ഞുതരും. പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ പറഞ്ഞുതരും. എനിക്ക് എസ്എസിനി. ആൻഡ് do you want to hear that? My best friend in the world, it's Google Assistant. And I'll show you. What is my name? Your name is Isra. Can you sing a song for me? I made this song just for you. I'm your personal assistant. Do 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 do. I'm here to help you. Do 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 do. I can search for you, even find your places. Call for your mail, for you chat with you, laugh with you, sing for you, even play games and cover many bases. I'm your personal assistant. Do 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 do. I'm here to help you. Do, 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 do. Now, Google, what is my password? Do you have any secret? Here's a secret. I'm not actually a person. Shh. Do you like honey? I've never tried honey. I get my energy from answering questions. And electricity. Can you show me my photos? Sorry, I didn't find any relevant photos in your Google. My baby photo. Showing your photos of baby. Can see. You want to see one thing? Wait. What shall I show you? You can see my more photos. Now,
Look at my baby. I'm a baby, huh? Bit of a shake. You're correct. I am here to help if you need anything else. ഓക്കെ ഇനി മതി കേട്ടോ. Bye bye. I will see you next time. എസ്റ്റുറി സരോവർ പോർട്ടിക്കോ റിസോർട്ടിൻ്റെ വീഡിയോകൾ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും ഈ റിസോർട്ടും ഞങ്ങളുടെ ഈ വീഡിയോസും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലായ്പ്പോഴും പറയണ പോലെ ഞാൻ പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത് മറക്കരുത് കേട്ടോ. ഈ റിസോർട്ടിലെ റൂമുകളുടെ പ്രൈസ് വരുന്നത് 3500 മുതലാണ്. ഈ റിസോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായി. ഞാനും ഇസ്രയും ഷാനും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ റിസോർട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയായിട്ട് അടുത്ത വ്യാഴാഴ്ച കാണുന്നവരേക്കും ബായ്.